ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു വയനാട് കോഴിക്കോട് വയനാട് ജില്ലയിലെ പൂക്കോട് ലേക്കാണ് കേട്ടോ. വെറുതെ നമ്മളൊരു പെഡൽ ബോട്ട് എടുത്ത് സവാരിക്ക് വേണ്ടി നമ്മൾ വെറുതെ ഇറങ്ങിയതാണ്. പൂക്കോട്ടിലേക്ക് ഇപ്പം അമ്മയ്ക്കും അവൾക്കായിരുന്നു അതിൽ പോകാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ലേക്കല്ല, എന്താ കാണാൻ, അവിടെ ഒന്നും കാണാനൊന്നുമില്ല, വെറുതെ ഒരു ലേക്ക് കാണാനുള്ളൊരു ഭാവം എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പെഡൽ ബോട്ട് എടുത്ത് നമ്മളൊരു 4 പേരുടെ ബോട്ട് എടുത്ത് നമ്മൾ ഈ ലേക്കിലേക്ക് ഇറങ്ങി ചവിട്ടി തുടങ്ങിയപ്പോഴാണ്, നമ്മളിതിലൂടെ നീങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു ആ ഒരു വെള്ളവും ഒരു അതിന് ചുറ്റോറുള്ള ഗ്രീനറിയും ഒക്കെ ഭയങ്കര രസമായിട്ട് സൂപ്പറായിട്ട് നമുക്കൊരു ഫീലിംഗാണ് തരുന്നത്. പിന്നെയെന്ന് പറയുന്നത്, ഇപ്പോൾ ആ റോസ് കളർ കാണുന്ന പൂവുണ്ടല്ലോ, അത് പറഞ്ഞാൽ ഇവർ പ്രത്യേകം ഉണ്ടാക്കിയൊരു പൂവൊന്നുമല്ല. ഇതിൽ ഈ ഒരു ലേക്കിൽ തന്നെ വളരുന്നൊരു പായലുണ്ട്. ആ പായലിൻ്റെ പൂവാണ് ആ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുള വെച്ച് കെട്ടി ആഴം, അത് എനിക്ക് തോന്നുന്നത് ആ ഒരു ഇത് ആഴക്കുറവുകൊണ്ടാണോ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണോ, ഇനി അത് ആ പൂവ് നശിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെ മുളേനെ കൊണ്ട് സൈഡിൽ കെട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ബോട്ട് സവാരി എടുത്ത് ഇറങ്ങുന്നു. നമുക്ക് 4 പേരുടെ ബോട്ട് കിട്ടാൻ കുറച്ച് സമയമൊക്കെ നമ്മൾ കാത്തിരിക്കണം. കാരണം അത്രയും ക്യൂ ആണ് ഈ 4 പേരുടെ ബോട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് 2 പേരുടെ ബോട്ടാണെങ്കിൽ എപ്പോഴും അവൈലബിൾ ആണ്. ഈ 4 പേരുടെ ബോട്ട് കിട്ടാൻ കുറച്ച് താമസമുണ്ട്. 450 രൂപയാണ് 4 പേരുടെ ബോട്ടിന് വരുന്നത്. പക്ഷേ എത്ര മിനിറ്റാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. കാരണം നല്ലൊരു ഭംഗിയാണ്. പിന്നെയെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെ കാണുന്ന, അപ്പം പാസഞ്ചേഴ്സിന് ഇരിക്കുന്ന മേലെയുള്ള റൂഫുണ്ടല്ലോ, റൂഫ് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ അടുത്ത് ബാക്കിലിരിക്കുന്ന ആൾക്കാർ ഒരു കുടയോ കാര്യങ്ങളോ ചിലപ്പം കരുതുകയാണെങ്കിൽ നന്നാവും. അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ചില സമയത്ത് ഈ കാറ്റ് അടിച്ച് പിന്നെ വെയിൽ വരുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും ആ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അവരൊരു കുട കരുതുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. സൂപ്പറാണ് എന്തായാലും ഈ യാത്ര. കാരണം ഇതിലൂടെ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു അനുഭവമാണ് ഈ ഒരു ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ പൂക്കോടിലേക്ക് ആരെങ്കിലും പോകുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഈ ലേക്കിലിറങ്ങി നമ്മുടെ ഈ ഒരു ബോട്ട് എടുത്തിട്ട് നമ്മളൊന്ന് ഇതിലൊന്ന് കറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക രസമാണ്. ഒന്നാമത് അതിന് ചുറ്റോറും നിൽക്കുന്ന ആ മരങ്ങളും കാര്യങ്ങളും, പിന്നെ കുരങ്ങിൻ്റെ സൗണ്ട്, പക്ഷികളുടെ സൗണ്ട്, അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കണം നമ്മൾക്ക് ഭയങ്കര ഒരു സുഖമാണ് നമുക്കിതും തരുന്നത്.